ഗ്രീൻ ഈറ്റ് ഓർ മീറ്റ്. നമുക്ക് പേര് കാണുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരെയെങ്കിലും ഈ മീറ്റിന്റെ കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും വേണ്ട. ഇത് പക്ക വെജിറ്റേറിയൻ ഡയറി ഫ്രീ മീറ്റ് ആണ്. അതെന്താണ് അങ്ങനെയെന്നും ഇതെന്താണ് ഈ പേരിന് കാരണമൊക്കെ നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. ഈ ഗ്രീൻ മീറ്റ് എന്ന് ചോദിച്ചാൽ എന്തായാലും നന്നായി, കാരണം അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയി നോക്കിയാൽ അത് ഗ്രീൻ മീറ്റ് എന്നും കൂടെ വായിക്കാം. അപ്പോൾ ഗ്രീൻ മീറ്റിൽ നിന്ന് മീറ്റ് പതുക്കെ ഡിസപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ആ ലോഗോൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ മീറ്റിൻ്റെ പർപ്പസ് എന്താണ്? നമുക്ക് പ്രോട്ടീൻ, നല്ല ക്വാണ്ടിറ്റിയിൽ പ്രോട്ടീൻ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മൃഗങ്ങളുടെ ആവശ്യമില്ല. ചെടികൾ ഓൾറെഡി പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവയെ നമുക്ക് മൃഗങ്ങളുടെ ആവശ്യമില്ലാതെ തന്നെ ഒരു ഹൈ പ്രോട്ടീൻ ഭക്ഷണം ഉണ്ടാക്കാം. എന്നാൽ നമ്മുടെ ട്രഡീഷണലായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ റെസിപ്പികളിലും, അത് മീറ്റ് ഉപയോഗിക്കുന്ന പല റെസിപ്പികളുണ്ടല്ലോ, അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാക്കുക എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. ഇപ്പോൾ റെഡ് മീറ്റും വൈറ്റ് മീറ്റും ഉണ്ട്, അതുപോലെ ഗ്രീൻ മീറ്റ്. അതാണ് ഐഡിയ. വെജിറ്റേറിയൻ മാത്രമല്ല വീഗനും കൂടിയാണ്. അതായത് 100% പ്ലാൻ ബേസ്ഡ് ആണ്. അത് വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ ഡയറിയും ഒരു വെജിറ്റേറിയൻ ആണ്, അനിമൽ ബേസ്ഡ്. പക്ഷേ അത് അനിമൽ ഡിറൈവ്ഡ് ആണല്ലോ. ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ അനിമൽ ഡിപ്പെൻഡൻസി എൻറ്റയർലി റിമൂവ് ചെയ്ത് എൻറ്റയർലി പ്ലാൻ ബേസ്ഡ്. കാരണം നമ്മളിപ്പോൾ സിവിലൈസേഷൻ ഇത്രയധികം വളർന്നപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ആ കൺവേർഷൻ നടത്തിക്കൂടാ? കാരണം പ്ലാന്റ്സ് ആണ് ഫുഡിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏക ആൾക്കാർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന പ്രോട്ടീനെ ഒരു ഫോർമാറ്റിൽ നിന്ന് വേറൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ടൂളാണല്ലോ ഈ അനിമൽസിനെ ഈ മീറ്റിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ലെയറിനെ കൂടെ മാറ്റിയിട്ട് നമ്മൾ നേരിട്ട് അതിന് ആ കൺവേർഷൻ നടക്കും. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോർമാറ്റിലേക്ക് ടെക്നോളജി ഉപയോഗിച്ചിട്ട് കൺവേർട്ട് ചെയ്യുക. ടെക്നോളജിക്ക് വലിയതൊന്നുമില്ല, ഒരു ചൂടാക്കുകയും തണുപ്പിക്കുകയും ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ചൂടാക്കി കഴിയുമ്പം പ്രോട്ടീൻ മെൽറ്റ് ചെയ്ത് തുടങ്ങും. പിന്നെ തണുപ്പിക്കുമ്പോൾ പ്രോട്ടീൻ ഒരു ടെക്സ്ചർ, ഒരു ച്യൂയി ടെക്സ്ചറാവും. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. ഈ പൾസസിലാണ് ജനറലി പ്ലാന്റ്സ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. പൾസസ് എന്ന് പറയുമ്പോൾ ബീൻസും പരിപ്പ്, പയറുവർഗ്ഗങ്ങളുണ്ടല്ലോ, ഇതെല്ലാം പൾസസ്. അതിലൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിരിക്കും. പക്ഷേ അത് ആസ് സച്ച് അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അതിൽ ഈ പ്രോട്ടീൻ പുറമെ വേറെ ചില ആൻറ്റി ന്യൂട്രിയൻസ്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പയറും ഒക്കെ കഴിക്കുമ്പോൾ വയറിനൊരു ബുദ്ധിമുട്ട് തോന്നും. ഇതാണ് വെജിറ്റേറിയൻസിനുള്ള ഒരു പ്രശ്നം. കാരണം വെജിറ്റേറിയൻസിനുള്ള പ്രോട്ടീൻ്റെ ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത് പയർ വർഗ്ഗങ്ങളാണ്. പക്ഷെ അത് കഴിച്ചാൽ പലർക്കും വയറിന് അപ്സെറ്റ് സ്റ്റൊമക്ക് ഒക്കെ ഉണ്ട്. ഈ ഒരു പാക്കറ്റ് എടുത്ത് ഇപ്പോൾ സാധാരണ മീറ്റിലൊരു 20 to 22% പ്രോട്ടീൻ ഉണ്ടാവുമെങ്കിൽ ഇതിൽ 27% പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ ഇത് ഫൈബർ റിച്ച് ആണ്, ഡയറ്ററി ഫൈബർ റിച്ച് ആണ്. ഈ കൊളസ്ട്രോൾ, ട്രാൻസ് ഒന്നും ഇല്ല. അതാണ് മറ്റൊരു ബെനിഫിറ്റ്. നമ്മൾ വിചാരിക്കും വെജിറ്റേറിയൻ ഫുഡ് കുറച്ചുകൂടെ ഹെൽത്തി ആണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതിലൊരു അൺഹെൽത്തി പാർട്ട് ഇതാണ്. നമ്മൾ വി എൻഡ് അപ്പ് ഈറ്റിംഗ് മച്ച് മോർ. കാരണം ഈ പ്രോട്ടീനും നമ്മുടെ വിശപ്പുമായിട്ട് വളരെ ലിങ്ക്ഡ് ആണ്. നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടുന്നവരെ നമുക്കതിനെ വിശന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, അത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് മാറും. പക്ഷേ വെറും പഞ്ചസാരയോ സ്വീറ്റ്സോ അല്ലെങ്കിൽ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ആ കഴിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഓക്കെ എന്ന് തോന്നും. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും വിശക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ആ പ്രോട്ടീൻ ഡിമാൻഡ് മീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ 2 പേരാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്. വെജിറ്റേറിയൻസും മെയിൻലി നോൺ വെജിറ്റേറിയൻസ് ഹു വാണ്ട് ടു കട്ട് ഡൗൺ ഓൺ ദിയർ മീറ്റ് കൺസംപ്ഷൻ. സെക്കൻഡറി വെജിറ്റേറിയൻസ് ഹു വാണ്ട് ടു ഗെറ്റ് മോർ ഡയറ്ററി പ്രോട്ടീൻസ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്.